ഇന്ന് ഒരു സുപ്രധാന കോടതി വിധിയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടി 8 വർഷം മുൻപ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ 8 പ്രതികളിൽ 6 പേർ മാത്രം കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട 8ാം പ്രതി നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഇന്നത്തെ പ്രൈം സ്റ്റോറി: നടിയെ ആക്രമിക്കൽ ഗൂഢാലോചനക്കാർ ഇല്ലാതെയായോ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനാണോ എന്നറിയാനാണ് ഇന്ന് ഏവരും കാത്തിരുന്നത്. 11 മണിക്ക് തൊട്ടു മുൻപ് ദിലീപ് കോടതിയിലെത്തി. മാനസിക സംഘർഷമുള്ള ഭാവത്തോടെ കോടതി മുറിയിലേക്ക് പോയ നടൻ ദിലീപ് വിധി അറിഞ്ഞതോടെ വിജയിയുടെ സന്തോഷവുമായി പുറത്തിറങ്ങി. ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് മുക്തനായ ദിലീപിന്റെ ആദ്യ പ്രതികരണം തന്നെ സ്വന്തം മകളുടെ അമ്മയ്ക്കെതിരെയായിരുന്നു. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. 2017 സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തിയ ചടങ്ങിൽ ദിലീപ് വേദിയിലിരിക്കുമ്പോഴാണ് അന്ന് മഞ്ജു വാര്യർ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞത്. ഇത്ര ഹീനമായ ഒരു കൃത്യം ചെയ്തതാരെന്ന് അന്ന് പുറത്തു വന്നിരുന്നില്ല. കുറ്റക്കാരും അതിന് പിന്നിലെ ഗൂഢാലോചനക്കാരും ഉണ്ടാകുമെന്നത് സ്വാഭാവികമായ സംശയം മാത്രമല്ലേ? അതായിരിക്കാം അന്ന് മഞ്ജു വാര്യർ പ്രകടിപ്പിച്ചത്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശ്ശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെട്ട സംഘം അവർക്ക് കിട്ടിയ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ഇതിൽ നടിയോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഗൂഢാലോചന നടത്തിയെന്നും 1ാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തുവെന്നുമായിരുന്നു ദിലീപിനെതിരെ അന്ന് ചാർത്തിയ കുറ്റം. പക്ഷേ ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ നിലനിൽക്കില്ലെന്നാണ് വിചാരണ കോടതിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇത് പക്ഷേ സർക്കാർ അംഗീകരിക്കുന്നില്ല. ഗൂഢാലോചന തെളിയിക്കാനായി വലിയ ശ്രമം നടത്തിയിട്ടും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അത് പരിഹരിക്കാനും ഗൂഢാലോചനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമാണ് സർക്കാർ തീരുമാനം. പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് പ്രഗത്ഭരായ അഭിഭാഷകരെ ഉപയോഗിച്ച് എപ്പോഴും സർക്കാർ നടത്തിയത്. ഹൈക്കോടതിയിൽ DGPമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് DGPയും ഈ സർക്കാരിൻ്റെ സമയത്ത് DGPയും തുടർച്ചയായി ഹാജരായിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ സീനിയർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടാണ് കേസ് നടത്തിയത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറ്റം തെളിയിക്കപ്പെട്ടു, അത് പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറ്റകൃത്യം ചെയ്ത പ്രതികളെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയില്ലേ, ഇനി എന്ത് വേണം എന്ന് ചോദിക്കുന്നവരുണ്ട്. പീഡനത്തിനിരയായി കഴിഞ്ഞ 8 വർഷമായി സംഘർഷഭരിതമായ മനസ്സുമായി കഴിയുന്ന നടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗൂഢാലോചനക്കാരെ കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഈ കേസിലെ നീതി നടപ്പാകൂ എന്നാണ് സർക്കാർ നിലപാട്. ചുരുക്കി പറഞ്ഞാൽ, ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയോട് സർക്കാർ യോജിക്കുന്നില്ല.